സ്വാഗതം. നമ്മളൊന്ന് അടുത്തതായി പഠിക്കാൻ പോകുന്നത് മംഗോൾ എംപയറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മംഗോൾ സാമ്രാജ്യത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫോളോ ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് കേരള സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ആ ഒരു ടീച്ചിങ് മെത്തേഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലുപരി വിക്ടേഴ്സ് ചാനലും ഇതിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മംഗോൾ എംപയറിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത്. The Mongol Empire. Mongolia is the region between Russia and China in Central Asia. സെൻട്രൽ ഏഷ്യയില് റഷ്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഭൂപ്രദേശമാണ് മംഗോളിയ. It is a region characterized by vast meadows, deserts and mountains. അപ്പോൾ ഈ ഭൂപ്രദേശത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് വളരെ വിശാലമായ മെഡോസ്, പുൽമേടുകളും, അതുപോലെ ഡെസർട്ട്, മരുഭൂമികളും, അതുപോലെ തന്നെ മൗണ്ടൈൻസ് അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളും നിറഞ്ഞ ഒരു ഭൂമേഖലയാണ് എന്ന് പറയുന്നത് ഈ മംഗോളിയ റീജിയൻ എന്ന് പറയുന്നത്. The climate of Mongolia is extreme, severely hot in summer and extremely cold in winter. ഇപ്പൊ മംഗോളിയയിലെ കാലാവസ്ഥ അതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ചൂട് കാലത്തിനെങ്കിൽ സമ്മർ സീസണിൽ എന്ന് പറഞ്ഞാൽ കാഠിന്യമേറിയ ചൂട്, സിവിയർ ഹോട്ട്, എക്സ്ട്രീംലി സിവിയർ ഹോട്ടാണ് സമ്മറിലും. അതുപോലെ തന്നെ വിന്റർ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിശക്തമായ തണുപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീംലി കോൾഡ്, അതിശൈത്യവുമാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. The Mongols were nomads who lived in tents. ഈ മംഗോൾസ് എന്ന് പറയുന്ന വിഭാഗം ജനങ്ങൾ അവര് നാടോടികളായിരുന്നു. Who lived in tents. അവര് ടെന്റുകളിലാണ് അല്ലെങ്കിൽ കൂടാരങ്ങളിലാണ് താമസിച്ചത്. അപ്പോ മംഗോൾസ് എന്താണ്? നൊമാഡ്സുകളായിരുന്നു അല്ലെങ്കിൽ നാടോടികളായിരുന്നു. അവർ കൂടാരങ്ങളിലാണ് അല്ലെങ്കിൽ ടെന്റുകളിലായിരുന്നു എന്ത് ചെയ്തത്? താമസിച്ചത്. There were different tribes among the Mongols who always roamed around on horses. അപ്പോൾ ഈ മംഗോൾസിന്റെ ഇടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ട്രൈബ്സുകൾ, ഡിഫറന്റ് ട്രൈബ്സുകൾ, വ്യത്യസ്തങ്ങളായ ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ എപ്പോഴും നാട് ചുറ്റി, കുതിരപ്പുറത്ത് നാട് ചുറ്റി നടക്കുന്നവരായിരുന്നു. ഹു ആൾവേസ് റോംഡ് അറൌണ്ട് ഓൺ ഹോഴ്സസ്. കുതിരപ്പുറത്ത് നാട് ചുറ്റി നടക്കുന്നവരായിരുന്നു ഈ മംഗോൾസ് എന്ന് പറയുന്നത്. ആ മംഗോൾസിന്റെ ഇടയിൽ തന്നെ എന്തുണ്ട്? വ്യത്യസ്തങ്ങളായ ട്രൈബ്സുകൾ, ഡിഫറന്റ് ആയിട്ടുള്ള ട്രൈബ്സുകൾ അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹോഴ്സില് അവര് റോം ചെയ്യുന്നതിന് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് എസ്പെഷ്യലി പറഞ്ഞിരിക്കുന്നത്. It was Genghis Khan who unified them and founded the Mongolian Empire. അപ്പൊ മംഗോളിയൻ എംപയർ അല്ലെങ്കിൽ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ജംഗിസ് ഖാൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ നാട് ചുറ്റി കുതിരപ്പുറത്ത് നടന്നിരുന്ന മംഗോൾസുകളെ യൂണിഫൈ ചെയ്തത്, ഏകീകരിച്ചത് അല്ലെങ്കിൽ ഐക്യപ്പെടുത്തിയെടുത്തത്. അദ്ദേഹം ഈ മംഗോൾസിനെ ഐക്യപ്പെടുത്തിയെടുക്കുകയും യൂണിഫൈ ചെയ്തെടുക്കുകയും അങ്ങനെ മംഗോളിയൻ എംപയർ അല്ലെങ്കിൽ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോ ആരാണ് മംഗോളിയൻ എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്? ചെങ്കിസ് ഖാൻ ആണ്. The seat of Genghis Khan was at Karakoram on the bank of the river Onon in Siberia. The seat of Genghis Khan. ചെങ്കിസ് ഖാന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണ കേന്ദ്രം എന്ന് പറയുന്നത്, സീറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? കാറക്കോറമായിരുന്നു.
The seat of Genghis Khan was at Karakoram. He based in Karakoram. ഈ കാരക്കോറം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഒനോൺ ഇൻ സൈബീരിയ. സൈബീരിയ എന്ന് പറയുന്ന മേഖലയിലെ ഒനോൻ എന്ന് പറയുന്ന റിവറിന്റെ ബാങ്കിൽ, ഒനോൻ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. ആ കാരക്കോറമായിരുന്നു ചെങ്കിസ് ഖാന്റെ സീറ്റ് അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ആസ്ഥാനമായി മാറിയത്. അപ്പൊ അതിലൊരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മാപ്പില് മംഗോളിയ എംപയറിന്റെ ഏകദേശം ഉള്ള മേഖലകളും അതിന്റെ സമീപ പ്രദേശങ്ങളും അതിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടെന്ന് നോക്കുക. ഇനി the chief characteristics feature of the Mongol army was its strong cavalry. അപ്പോ the chief characteristics feature മംഗോൾ ആർമിയുടെ മുഖ്യ സ്വഭാവ സവിശേഷത, ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാച്ചർ എന്ന് പറയുന്നത് ആരുടെ? മംഗോൾ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് കാവൽറി, അവരുടെ ശക്തമായ കുതിരപ്പട. കാവൽറി എന്ന് പറഞ്ഞാൽ ആർമി യൂസിംഗ് ദ ഹോഴ്സ്, കുതിരയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പട്ടാള നിര തന്നല്ലോ, അതാണ് എന്ന് പറയുന്നത് കാവൽറി എന്ന് പറയുന്നത്. അപ്പോ ആരുടെ? മംഗോൾ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരുടെ എന്തായിരുന്നു? സ്ട്രോങ് കാവൽറി, അവരുടെ ശക്തമായ കുതിരപ്പടയായിരുന്നു. The main attraction of the army was the small cannons which could be used while sitting on horseback. അതിലുപരി ഈ കവൽറിയുടെ, ഈ സ്ട്രോങ് കവൽറിയുടെ മറ്റൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആർമിയുടെ മറ്റൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ മുഖ്യ ആകർഷണം അല്ലെങ്കിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദ സ്മാൾ കനോൺസ് വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ് ബാക്ക്. കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ, പടക്കോപ്പുകൾ വെടിവെക്കുന്ന സാധനങ്ങൾ, കനൻസ്, സ്മാൾ കനൻസ് അല്ലെങ്കിൽ ചെറിയ പീരങ്കികൾ എവിടെ ഇരുന്ന് തന്നെ ഉപയോഗിക്കാം? ഹോഴ്സ് ബാക്കിൽ സിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ഇരുന്നത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ അല്ലെങ്കിൽ സ്മാൾ കനോൺസ് എന്ന് പറയുന്നത് ഈ മംഗോൾ ആർമിയുടെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ സുപ്രധാന ആകർഷണമായിരുന്നു. നേരത്തെ പറഞ്ഞു ഹോഴ്സസ് എത്രത്തോളം ഈ മംഗോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള. നെക്സ്റ്റ്, ചെങ്കിസ് ഖാൻ ആൾസോ മെയിൻറ്റൈൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. അപ്പോ ചെങ്കിസ് ഖാൻ എന്തും നിലനിർത്തിയിരുന്നു? വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പൈ വർക്ക് അല്ലെങ്കിൽ എസ്പിയോണേജ് അല്ലെങ്കിൽ വളരെ എസ്പിയോണേജ് അല്ലെങ്കിൽ സുസംഘടിതമായ ഒരു ചാര സംഘത്തിനെ ഈ ചെങ്കിസ് ഖാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. To connect the distant places of the empire with the administrative centers, the Mongolians introduced a postal system using horses. വീണ്ടും ഏതിന്റെ ഇമ്പോർട്ടൻസ് വരികയാണ്? ഹോഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവര് നൊമാഡ്സ് ആയിരുന്നു. ഇങ്ങനെ റോം ചെയ്ത് നടന്നിരുന്ന, ഹോഴ്സില് റോം ചെയ്ത് നടന്നിരുന്ന അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ചുറ്റി നടന്നിരുന്ന നൊമാഡ്സുകളായിരുന്നു ആരെന്ന് പറയുന്നത് മംഗോൾസ് തന്നല്ലോ. അതിനെ യൂണിഫൈ ചെയ്തത് ആരായിരുന്നു? ഈ ചെങ്കിസ് ഖാൻ ആയിരുന്നു. അപ്പൊ ഹോഴ്സിന് ഇവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഏതിന് വേറെ ഹോഴ്സിനെ യൂസ് ചെയ്യുകയാണ്? ടു കണക്ട് ദ ഡിസ്റ്റന്റ് പ്ലേസസ് ഓഫ് ദി എംപയർ. സാമ്രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? പരസ്പരം ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി എവിടെയുള്ള ആ സാമ്രാജ്യത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററുകളെ അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രങ്ങളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ മംഗോളിയൻ എംപയറിലെ, മംഗോളിയൻ സാമ്രാജ്യത്തിലെ എന്താണ് ഭരണസിരാ കേന്ദ്രങ്ങൾ, ഇവിടെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ഡിസ്റ്റന്റ് പ്ലേസസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ദ മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റൽ സിസ്റ്റം യൂസിംഗ് ഹോഴ്സസ്. ഹോഴ്സിന്റെ ഹെൽപ്പോട് കൂടി മംഗോളിയൻസ് എന്ത് അവതരിപ്പിച്ചു? പോസ്റ്റൽ സിസ്റ്റം അവതരിപ്പിച്ചു. അപ്പോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇവിടെ ഉണ്ടായിരുന്നു, മംഗോളിയൻ എംപയറിൽ ഉണ്ടായിരുന്നു. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ ഇങ്ങനെ എന്താണ്? ഹോഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റൽ സിസ്റ്റം, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം
ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരായിരുന്നു കൊറിയർ. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് കൊറിയർ ഫെസിലിറ്റീസ് നമുക്ക് അറിയാം നിലനിൽക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ അന്നേ എന്തുണ്ട്, കൊറിയർ എന്ന് പറയുന്ന സിസ്റ്റം ആര് യൂസ് ചെയ്തിരുന്നു? ഈ മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. The courier system of Genghis Khan was speedy and effective. ഈ കൊറിയർ സിസ്റ്റം ആര് ആവിഷ്കരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത? മംഗോളിയൻസില് ചെങ്കിസ് ഖാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ കൊറിയർ സിസ്റ്റം എന്ന് പറയുന്നത് വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. കൊറിയർ സിസ്റ്റം വളരെ സ്പീഡായിരുന്നു, വളരെ വേഗതയേറിയതും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവും അതുപോലെ തന്നെ കാര്യക്ഷമവുമായ ഒന്നായിരുന്നു എന്ന് പറയുന്നത് ഈ കൊറിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഹോഴ്സിനെ അവര് എത്രത്തോളം അവരുടെ ഭരണത്തിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർമിയുടെ പാർട്ടാവുന്നതിന് വേണ്ടിയിട്ടും ഹോഴ്സിനെ എത്രത്തോളം യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് തിമൂറാണ്. തിമൂർ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാന്റെ സക്സസറായി അല്ലെങ്കിൽ പിൻഗാമിയായി വന്ന ഒരു വ്യക്തിയാണ്. Timur ruled Mongolia with Samarkand as his capital. അപ്പോ മംഗോളിയ എംപയർ റൂൾ ചെയ്ത തിമൂർ, അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, മംഗോളിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതായിരുന്നു? സമർഖണ്ഡ്. അപ്പോ സമർഖണ്ഡ് ക്യാപിറ്റലായിട്ട് റൂൾ ചെയ്ത അല്ലെങ്കിൽ തലസ്ഥാനമാക്കി റൂൾ ചെയ്ത ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? മംഗോളിയൻ ചക്രവർത്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? തിമൂർ. He was the successor of Genghis Khan who founded the empire. മംഗോളിയൻ എംപയറിന്റെ ഫൗണ്ടറായി കണക്കാക്കുന്ന അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്ന ചെങ്കിസ് ഖാന്റെ സക്സസർ ആണ് അല്ലെങ്കിൽ പിൻഗാമിയാണ്, തലമുറക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ ചെങ്കിസ് ഖാന്റെ സക്സസർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? തിമൂർ. As he was maimed in a war, he was also known as Tamerlane. അപ്പോ as he was maimed in a war, ഒരു വാറില് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കാലിന് ക്ഷതമേൽക്കുണ്ടായി അല്ലെങ്കിൽ മെയിം ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ മുറിവേൽക്കുകയുണ്ടായി, വൗണ്ടപ്പ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലുകൾ, ലെഗുകൾ മെയിം ചെയ്യുകയുണ്ടായി, വൗണ്ടപ്പ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന്റെ ലെഗ്സ് തന്നല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും. ഹി വാസ് ആൾസോ നോൺ ആസ് ടമർലൈൻ, മുടന്തനായ ഭരണാധികാരി. ടമർലൈൻ എന്ന പേരിൽ അദ്ദേഹത്തിന് മറ്റൊരു പേരിൽ വിളിക്കപ്പെടും. ഇൻ 1398 he crossed the river Indus and reached Delhi. അപ്പോ 1398 CE അദ്ദേഹം എന്ത് ചെയ്തു? ഇൻഡസ് റിവർ ക്രോസ് ചെയ്തു. ഇൻഡസ് നദി കടന്ന് അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഓൺ ഹിസ് വേ ബാക്ക്, അദ്ദേഹം തിരികെ പോകുന്ന സമയത്ത്, റിട്ടേൺ ബാക്ക്, ഹി ടുക്ക് വിത്ത് ഹിം എ ഗ്രേറ്റ് ട്രഷർ. ഇന്ത്യയിൽ നിന്ന് വൻ സമ്പത്ത് അല്ലെങ്കിൽ ട്രഷർ ആര് എടുത്തുകൊണ്ടുപോയി? തിമൂർ. അപ്പൊ അതാണ് തിമൂറിന്റെ. അടുത്ത എംപയർ എന്ന് പറയുന്നത് മാലി എംപയർ ആണ്. മാലി എംപയറിന്റെ മാപ്പ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കാനുള്ള മംഗോളിയൻ എംപയറിലെ ഓരോരോ പോയിന്റുകൾ നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ പോയിന്റുകളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കണം. കൂടെ എന്ത് കാണുക? വിക്ടേഴ്സ് ചാനലും കൂടെ കാണുക. ചാനലോ ഓരോ വാക്കുകളും എടുത്തെടുത്ത് അർത്ഥം പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അത് വളരെ ഇംഗ്ലീഷിൽ വളരെയധികം എക്സ്പെർട്ട് ആവാത്ത കുട്ടികൾക്ക് കൂടി ഒരു ഹെൽപ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈസി മെത്തേഡ് പലരുടെയും അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അടുത്ത എംപയർ എന്ന് പറയുന്നത് ഏതാണ്? മാലി എംപയർ ആണ്. മാലി സാമ്രാജ്യം ആണ് പഠിക്കാൻ പോകുന്നത്. The Mali Empire was one of the famous empire of the medieval Africa. ആഫ്രിക്കയുടെ മെഡീവൽ അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ്, എംപയറുകളിൽ ഒന്നാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത്
Mali Empire. The center of administration was Mali in West Africa. വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഈ മാലി എംപയറിന്റെ അഡ്മിനിസ്ട്രേഷൻ സെന്റർ അല്ലെങ്കിൽ ഭരണസിര കേന്ദ്രം. ഭരണങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, മാലി അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. ഇപ്പൊ ഏതെല്ലാം ഏരിയകളാണ് ഈ മാലി എംപയറിൽ വരുന്നത് എന്നുള്ളത് ഗ്രാഫിൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഏരിയ തന്നെയല്ലോ. അപ്പോ അത് ഏതെല്ലാം ഏരിയകളാണ് അവിടെ വരുന്നത്? Kangan Musa was a famous ruler of medieval Africa who was known as in European records as Mansa Musa. കങ്കൺ മൂസയാണ് മെഡീവൽ ആഫ്രിക്കയിലെ, മധ്യകാല ആഫ്രിക്കയിലെ വളരെ പ്രശസ്തനായ ഭരണാധികാരി അല്ലെങ്കിൽ ഫേമസ് റൂളർ. ഏത് സമയത്ത്? മെഡീവൽ ആഫ്രിക്കയിലെ, മധ്യകാല ആഫ്രിക്കയിലെ വളരെ പ്രശസ്തനായ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് ആരാണ്? കങ്കൺ മൂസയാണ്. കങ്കൺ മൂസയെ യൂറോപ്യൻ റെക്കോർഡ്സിൽ അവര് അറിയപ്പെടുന്ന പേര് മാൻസ മൂസ എന്ന പേരിലാണ്. Mali had huge treasures of gold and hence it was a very wealthy region at that time. അപ്പൊ ഈ കാലഘട്ടത്തില് മാലി എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ മേഖലയായിരുന്നു, സമ്പന്നമായ സാമ്രാജ്യമായിരുന്നു, വെരി വെൽത്തി റീജിയൻ ആയിരുന്നു അറ്റ് ദാറ്റ് ടൈം. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് there was huge treasures of gold. ധാരാളം ശേഖരം. എന്തിന്റെ ശേഖരമായിരുന്നു? സ്വർണത്തിന്റെ നിധിശേഖരങ്ങള്, ട്രഷേഴ്സ് ഓഫ് ഗോൾഡ്, ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ് എവിടെ ഉണ്ടായിരുന്നു? മാലിയിൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി വെൽത്തി റീജിയൻ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് വളരെ വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് സമ്പന്നമായ ഒരു മേഖലയായിരുന്നു ആ സമയത്ത് ദാറ്റ് ടൈം എന്ന് പറയുന്നത് മാലി. Timbuktu in the Empire of Mali was the most important cultural and commercial center of medieval Africa. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഈ ടിംബുക്തു എന്ന് പറയുന്നത്. ടിംബുക്തു എന്ന് പറയുന്നത് എംപയർ ഓഫ് മാലി, മാലിയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്. അത് വളരെ പ്രശസ്തമായ കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ഓഫ് മെഡീവൽ ആഫ്രിക്ക. മധ്യകാല ആഫ്രിക്കയിലെ സാംസ്കാരികവും കൾച്ചറലും അതുപോലെ തന്നെ കൊമേഴ്സ്യലും വാണിജ്യപരമായ ഒരു കേന്ദ്രമായിരുന്നു, സുപ്രധാന ഇമ്പോർട്ടന്റ് സെന്റർ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ടിംബുക്തു. ഏത് സമയത്ത്? മെഡീവൽ ആഫ്രിക്കയില് തന്നെയല്ലോ. അപ്പോ ടിംബുക്തു ഇൻ ദ എംപയർ ഓഫ് മാലി. അപ്പൊ മാലി എംപയറിലെ ടിംബുക്തു എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ഓഫ് മെഡീവൽ ആഫ്രിക്ക. മെഡീവൽ ആഫ്രിക്കയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൾച്ചറൽ കൊമേഴ്സ്യൽ സെന്റർ അല്ലെങ്കിൽ സുപ്രധാനമായ സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത് ടിംബുക്തു. Merchants from Venice, Granada and Geneva reached Timbuktu for marketing their merchandise such as gold and ivory. പല സ്ഥലങ്ങളിൽ നിന്ന്, വേൾഡിന്റെ തന്നെ പല പാർട്ടുകളിൽ നിന്ന് തന്നെയല്ലോ മർച്ചന്റ്സ് അല്ലെങ്കിൽ കച്ചവടക്കാർ അല്ലെങ്കിൽ സെല്ലേഴ്സ് എവിടെ വരുമായിരുന്നു? ഈ തിംബുക്തുവിൽ വരുമായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? മർച്ചന്റ്സ് ഫ്രം വെനീസ്, വെനീസ് എന്ന് പറയുന്ന ആ റീജിയൻ, അതുപോലെ തന്നെ ഗ്രാനഡ എന്ന് പറയുന്ന റീജിയൻ, അതുപോലെ തന്നെ ജനീവ, അവിടങ്ങളിൽ നിന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആ ഡിസ്റ്റന്റ് ഏരിയകളിൽ നിന്ന് പോലും മർച്ചന്റ്സ് തിംബുക്തുവിൽ റീച്ച് ചെയ്യുന്നു, തിംബുക്തുവിൽ എത്തിച്ചേർന്നിരുന്നു. എന്തിനു വേണ്ടി? ഫോർ മാർക്കറ്റിംഗ് ദെയർ മെർക്കൻഡൈസ്. അവരുടെ മെർക്കൻഡൈസ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മെർക്കൻഡൈസ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, മെർക്കൻഡൈസ് പ്രൊഡക്ട്സ് തന്നെ അവരുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി? മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി. എന്തായിരുന്നു അവിടെ പ്രധാനപ്പെട്ട മെർക്കൻഡൈസ് എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗോൾഡും അതുപോലെ തന്നെ ഐവറിയുമായിരുന്നു. സ്വർണവും അതുപോലെ തന്നെ ആനക്കൊമ്പുകളും ഒക്കെ വിൽക്കാനാണ് എന്ത് ചെയ്തത്? വെനീസിൽ നിന്നും ഗ്രാനഡയിൽ നിന്നും ജനീവയിൽ നിന്നും മർച്ചന്റ്സുകൾ എവിടെ എത്തിയത്? തിംബുക്തുവില് എത്തിച്ചേർന്നു അല്ലല്ലോ. അപ്പോ മർച്ചന്റ്സ് ഫ്രം വെനീസ്, ഗ്രാനഡ ആൻഡ് ജനീവ reached Timbuktu for marketing their merchandise such as gold and ivory.
അതിലുപരി ഇവിടെ വേറൊരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ മർച്ചൻഡൈസ് സെൻട്രൽ ആയിരുന്ന ഏതിന്റെയൊക്കെയാണ്, ഗോൾഡിന്റെ ആയാലും ശരി തന്നെ ഐവറുടെയും മർച്ചൻഡൈസ് സെന്റർ ആയിരുന്ന ഈ ടിംബുക്തുവില് വേറൊരു കാര്യം കൂടെ നടന്നിരുന്നു. ഇറ്റ് വാസ് ആൾസോ എ സെന്റർ ഓഫ് സ്ലേവ് ട്രേഡ്. അടിമ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ അടിമ വ്യാപാരത്തിന്റെ ഒരു സെന്ററും കൂടിയായിരുന്നു. വൈ മെനി പീപ്പിൾസ് ഫ്രം ഡിസ്റ്റന്റ് ഏരിയ ആർ reached in Timbuktu for different purpose, especially for selling their, marketing their merchandise. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് നടന്നത്, അതിന്റെ കൂട്ടത്തില് സ്ലേവ് ട്രേഡ് അല്ലെങ്കിൽ അടിമ വ്യാപാരവും. അപ്പൊ അടിമ വ്യാപാരത്തിന്റെയും കേന്ദ്രമായിരുന്നു ഏതെന്ന് പറയുന്നത് തിംബുക്തു. The University of Timbuktu was one of the leading centers of knowledge of that period. തിംബുക്തു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ അറിവിന്റെ മുഖ്യധാരാ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോ ഏത് യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്തു എന്തായിരുന്നു? വൺ ഓഫ് ദി ലീഡിംഗ് സെന്റർ ഓഫ് നോളജ് എപ്പോഴും ഓഫ് ദാറ്റ് പീരിയഡ്. അപ്പൊ ആ കാലഘട്ടത്തിലെ അറിവിന്റെ ലീഡിംഗ് സെന്റേഴ്സ് ഓഫ് നോളജ്, അറിവിന്റെ മുഖ്യധാരാ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു, വൺ ഓഫ് ദി ലീഡിംഗ് സെന്റർ ഓഫ് നോളജ് ഓഫ് ദാറ്റ് പീരിയഡ് ഏതായിരുന്നു? ദ യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്തു. ദ യൂണിവേഴ്സിറ്റി അട്രാക്ടഡ് സ്റ്റുഡൻസ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്. വേൾഡിന്റെ തന്നെ എല്ലാ പാർട്ടിൽ നിന്നും ആരാണ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പീപ്പിൾസിനെ അട്രാക്ട് ചെയ്ത ഒന്നായിരുന്നു എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. The great mosque constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. Medieval periodല് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് പഠനത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ ലീഡിംഗ് സെന്റർ അല്ലെങ്കിൽ മുഖ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയുന്നത് തിംബുക്തുവില് കങ്കൺ മൂസ കൺസ്ട്രക്ട് ചെയ്ത ഗ്രേറ്റ് മോസ്ക്. ഗ്രേറ്റ് മോസ്ക് ആരാണ് കൺസ്ട്രക്ട് ചെയ്തത്? കങ്കൺ മൂസയാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഈ ഗ്രേറ്റ് മോസ്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? തിംബുക്തുവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ തിംബുക്തുവിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കങ്കൺ മൂസ കൺസ്ട്രക്ട് ചെയ്ത ഗ്രേറ്റ് മോസ്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ലീഡിംഗ് സെന്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിലെ മധ്യകാലത്തിലെ എന്താണ് ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളിലെ മുഖ്യ കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത് തിംബുക്തുവില് കങ്കൺ മൂസ കൺസ്ട്രക്ട് ചെയ്ത ഗ്രേറ്റ് മോസ്ക്. The journey of Kangan Musa to Mecca in the year 1324 is world famous. അപ്പോ 1324 ഇയറില് കങ്കൺ മൂസ അദ്ദേഹത്തിന്റെ യാത്ര, ഇങ്ങോട്ടുള്ള യാത്രയാണ്, മെക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വളരെയധികം ഫേമസ് ആണ്. He, along with his retinue, carried with them kilograms of gold. On the way, he gave alms to the poor and donated gold to the mosque and the pilgrims. The journey was also intended to invite teachers and religious scholars to the Mali Empire. Ibn Battuta considered Kangan Musa as the richest ruler of the medieval world. അപ്പോൾ വളരെ പ്രശസ്തമാണ് ആരുടെ യാത്ര എന്ന് പറയുന്നത്. 1324 ആരുടെ യാത്ര, ആരുടെ ജേണി? കങ്കൺ മൂസയുടെ ജേണി. എങ്ങോട്ടുള്ള ജേണിയാണ്? ഹിസ് ജേണി ടു മെക്ക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വെൻ ഹിസ് കമ്മിങ് ബാക്ക് ഫ്രം മെക്ക, he carried with them kilograms of gold. കിലോ കണക്കിന് സ്വർണം അദ്ദേഹം മെക്കയിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് കൊണ്ടുവന്നിരുന്നു. അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഓൺ ദ വേ, വരുന്ന വഴിയില് he gave alms to the poor and donated gold to the mosque and pilgrims. പാവപ്പെട്ട ജനങ്ങൾക്ക് കൈസഹായം ചെയ്തു തന്നല്ലോ. അതുപോലെ തന്നെ സ്വർണങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു. ആർക്കാണ്? പല പള്ളികളിലും അതുപോലെ തന്നെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തു? ഇത് സംഭാവന ചെയ്തു. ഓൺ ദ വേ he gave alms to the poor and donated gold to the mosque and the pilgrims.
The journey was also intended to invite the teachers. അപ്പോൾ ഈ സ്വർണം കൊണ്ട് വരുന്നതിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള യാത്രയായിരുന്നില്ല, ജേണി ആയിരുന്നില്ല ആരുടെ കങ്കൺ മൂസയുടെ ഈ 1324 ജേണി എന്ന് പറയുന്നത്. ജേണി വാസ് ആൾസോ ഇന്റൻഡഡ്, അത് എന്തിനും കൂടെ വീണ്ടും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. ഇന്റന്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുക. ഇതിനു വേണ്ടി ഇൻവൈറ്റ് ടീച്ചേഴ്സ് ആൻഡ് റിലീജിയസ് സ്കോളേഴ്സ്, അല്ലെ, അധ്യാപകരെയും അതുപോലെ തന്നെ മത പണ്ഡിതന്മാരെയും എങ്ങോട്ട് ക്ഷണിക്കുക, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക്, മാലി എംപയറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് കൂടിയുള്ള ഒരു ആ പർപ്പസിന് കൂടിയുള്ള ഒരു ജേണി ആയിരുന്നു എന്ന് പറയുന്നത് 1324 കങ്കൺ മൂസയുടെ മെക്കയിലേക്കുള്ള ജേണി എന്ന് പറയുന്നത്. അപ്പൊ ഇബിയൻ ബത്തൂത്ത നമുക്കറിയാൻ കേട്ടിട്ടുള്ളതാണ്. ഇബിയൻ ബത്തൂത്ത വളരെ ഫേമസ് ആയിട്ട് വേൾഡ് ട്രാവൽ ചെയ്യുന്ന, അതിലുപരി ട്രാവലോജ് എഴുതിയിരുന്ന ഒരു ട്രാവലർ ആയിരുന്നു പറഞ്ഞത് ഇബിയൻ ബത്തൂത്ത. അദ്ദേഹം ആരെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, കങ്കൺ മൂസയെ കൺസിഡർ ചെയ്തിരിക്കുന്നത് മിഡീവൽ വേൾഡിലെ റിച്ചസ്റ്റ് റൂളർ, മധ്യകാല ലോകത്തിലെ ഏറ്റവും പണക്കാരനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അതാരാണ്? കങ്കൺ മൂസയാണ്. ആരാണത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഇബിയൻ ബത്തൂത്തയാണത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ 2 എംപയറുകളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മംഗോൾ എംപയർ അല്ലെങ്കിൽ മംഗോളിയൻ എംപയർ, അതുപോലെ മംഗോളിയൻ എംപയർ അല്ലെങ്കിൽ മംഗോൾ എംപയറും, അതുപോലെ തന്നെ നമ്മൾ അടുത്തത് മാലി എംപയറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയല്ലോ. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുമല്ലോ, എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക. വായിച്ചതിന് ശേഷം വീണ്ടും ഈ ക്ലാസ് ഒരിക്കൽ കൂടി കാണുക. വിക്ടേഴ്സ് ചാനലും ഇതിനോടൊപ്പം കാണുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ആവശ്യമുള്ള നോട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ കുറിച്ചെടുക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തെടുത്ത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതിലുപരി എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അയക്കുക. വീണ്ടും കാണാം. ബൈ.